Good afternoon, sir. Good afternoon. Good afternoon, sir. Good afternoon, Yes. sir. Good afternoon, sir. Good Okay. afternoon, sir. Good afternoon. Yes. Yes. Let us start. Yes, sir. Okay, Nirti. Okay, Mary, Jinsi, Vidya Gavi, Sneha. Okay, let us start. I don't know, prayer. Prayer ഞാനാണ് സർ. Okay. Okay, Sneha. ജ്ഞാനപ്രകാശം അകതാരിൽ നിറയുക സർവേശ്വരാമേ കനിയണമേ. നന്മയും തിന്മയും വേർതിരിച്ചറിയുക സൽബുദ്ധി ഞങ്ങൾ കേൾക്കണമേ. ജ്ഞാനപ്രകാശം അകതാരിൽ നിറയൂ സർവേശ്വരാമേ കനിയണമേ. Dear Lord, as we start this class today, help us to be mindful of the gifts and opportunities that you have placed in our lives. As students, we are grateful for the knowledge and resources to be able to come together and learn in this environment. Grant us the wisdom and patience to be better people every day. Amen. Thank you. Sneha. You പ്രാർത്ഥനയൊക്കെ ദൈവം നേരിട്ട് എടുക്കും. Okay? Yes, നല്ല വാക്കുകളായി. Okay. Then, signing on. ഞാനാണ് സർ സൈൻ. Yes. Okay, Mary, Jinsi. Good afternoon, dear job sir and dear friends. It is a pleasure to welcome you all today's English class. English is not just a subject, it is a language that helps us communicate our thoughts and ideas confidently. As we know, learning English opens new opportunities and builds our confidence. Mistakes are part of learning, so let us listen carefully, participate actively, and improve our speaking skills, communication skills, and expand our vocabulary together. Thank you, sir, for guiding us. Have a wonderful and productive section. Thank you, everyone. Very Jinsi. Very good, very good, very good. Mistakes are the part of learning. Okay, very good, very good, very good. Then, thought of the day. Today's thought read by Husna. Yes. There is nothing heavier in the scales than good character. Prophet Muhammad. Thank you. Yes, Prophet Muhammad. നമ്മുടെ അനാഥനായ കുട്ടിയുടെ മുന്നിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ ലാളിക്കരുതെന്ന് പറഞ്ഞ പ്രോഫറ്റ് മുഹമ്മദ്. ഓക്കെ, അപ്പോ ക്യാരക്ടർ ഈസ് ലോസ്റ്റ് എവരിതിങ് ഈസ് ലോസ്റ്റ്. ഒരു ഇംഗ്ലീഷ് ഒരു പ്രോവർബ് പോലെ പറയാറില്ലേ, when health is lost, when money is lost, nothing is lost. When health is lost, something is lost. When character is lost, everything is lost. Okay, let us start. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് റിലേറ്റീവ് പ്രോനൗണിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ റിലേറ്റീവ് പ്രോനൗണുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. വിച്ച്, ഹൂ, വെൻ, വെയർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ആയ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഓർമ്മയില്ല അതൊക്കെ? ജസ്റ്റ് യെസ്. ഓക്കെ, നമുക്കിന്ന് ഓക്കെ ഹസീന, അതിന്റെ ബാക്കി നമുക്ക് നോക്കാം. യെസ്, അതിന്റെ ബാക്കി. അപ്പൊ ഞാൻ ഒന്ന് രണ്ട് സെന്റൻസുകൾ പറയാം, നിങ്ങൾ അതിനെ അനുയോജ്യമായ റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ച് ഒന്ന് പൂരിപ്പിക്കുക. ചില സ്ഥലത്ത്
രണ്ട് റിലേറ്റീവ് പ്രോനൗൺ ഏതെങ്കിലും ഒരെണ്ണം സൂട്ട് ആവണമെന്നുണ്ടാവും. യെസ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചേ റിലേറ്റീവ് പ്രോനൗൺ ഏതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. യെസ്. അപ്പൊ ആദ്യത്തെ സെന്റൻസ് ഇതാണ്, എഴുതിക്കും. The boy, ഞാൻ പറഞ്ഞാണെങ്കിൽ പറഞ്ഞു കേട്ടോ. The boy dash is my student. Dash is my student. Got got first rank. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സാറേ ഓക്കെ. അതൊന്ന് പൂരിപ്പിച്ചോ. അവിടെ ഏതാ വരിക? യെസ്, കറക്റ്റ്. യെസ്, അടുത്തത്. The man dash we met this morning is a pilot. Okay. Leah ki chance there. The man dash we met this morning is a pilot. അറിയില്ല സാറ്. No? അറിയില്ല. Yes, no problem. ആ റിലേറ്റീവ് പ്രോനൗൺ ഒക്കെ അറിയാലോ. ഹൂ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എഴുതിയില്ല. അഞ്ജലി ഉണ്ടായിരുന്നു അല്ലേ? ഇല്ല, അഞ്ജലി ഉണ്ടായിരുന്നില്ല സാറേ. ഞാൻ കുറച്ച് മിസ്സായി പോയി, കുറച്ച് ദിവസങ്ങൾ. ഞാൻ ഇന്നാണ് വന്നേ, സോറി. നോ പ്രോബ്ലം. മെർലി ഏതൊക്കെയാണ് നമ്മൾ എഴുതി വെച്ചത്? സാറേ അതില് വിച്ചും ഹൂ മാത്രമേ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. വിച്ച് ഹൂ അല്ലേ? ഇതില് എഴുതി വെച്ചില്ല. വിച്ച് ഹൂ ഹും അതെല്ലാം എഴുതിയില്ലേ? ഇല്ലല്ല, വിച്ചും ഹൂ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒന്ന് ക്ലിയർ ആയിട്ട്. ഓക്കെ. യെസ്. അപ്പൊ റിലേറ്റീവ് പ്രോനൗൺ പറഞ്ഞൊരു ഹെഡിങ് സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് മാറ്റി എഴുതിയിട്ട് അതിന്റെ അടിയിൽ എഴുതി വെച്ചു. അതിന്റെ അടിയിൽ എഴുതുക വിച്ച് ഹൂ ദാറ്റ് ഹും ഹും whose whose when where where ആദ്യം മുതലൊന്ന് പറയോ? no ആദ്യം മുതലൊന്ന് പറയോ? yes okay which who that എന്ത്? that whom whose whose when when where where ഇത് വായിക്കുമ്പോൾ അതിന്റെ അടിയിൽ അനുസരിച്ച് എഴുതാം. ഓക്കെ. അപ്പോ ലിയ, ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് പൂരിപ്പിക്കാൻ പറ്റും നോക്കി. ഇത് അതിൽ നിന്നൊരു വാക്ക് ഇവിടെ വെച്ചിട്ട് പൂരിപ്പിക്കാൻ പറ്റും നോക്കി. The man dash we met this morning is a pilot. നിങ്ങളൊന്ന് മനസ്സിലോട്ട് പൂരിപ്പിക്കൂ. നമുക്ക് വരാം. Sir, the man who we met, who ആണോ? WHO who ആണോ? WHO അല്ല. The man. Ben ആണ് സാറേ. ഹും ആണോ? ഹും. We met in the morning is a pilot ആണോ sir? Okay. The man whom WHO whom. The man. ആ മനുഷ്യൻ. ഏത് മനുഷ്യൻ? whom. ആരെയാണോ we met this morning. whom. ആരെയാണോ
we met this morning. ഇന്ന് രാവിലെ നമ്മൾ കണ്ടത് is a pilot. അദ്ദേഹം ആരാണ്? ഒരു പൈലറ്റ് ആണ്. ആരെ? അതാണ് ഇവിടെ സൂട്ടാവുന്നത് കേട്ടോ. The man whom we met this morning is a pilot. Yes. അടുത്തത് ഷിനുവിന് തരാം. The house dash has a large garden. Around it, comma, belongs to, belongs, belongs to my friend, friend. Okay, you repeat here. The house dash has a large garden around it, belongs to my friend. സാർ Yes. സാർ ഇപ്പൊ എനിക്ക് കയറാൻ പറ്റില്ല, നെറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. സാർ ഇപ്പൊ എവിടെ പഠിപ്പിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? നമ്മളിപ്പോ റിലേറ്റീവ് പ്രോനൗൺ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലഭ്യ. യെസ്, റിലേറ്റീവ് പ്രോനൗൺ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞതാണ്, അതിന്റെ ബാലൻസ് ആണ്. ഓക്കെ, ഷിനു കിട്ടോ? The house which has ആണോ? യെസ്, കറക്റ്റ് ആണ്. വിച്ചും വന്നാലും ശരിയാണ്, That രണ്ട് സൂട്ട് ആവും കേട്ടോ. The house, വീട്. Which has, ഉള്ളതായ. Which has large garden around it, അതിന് ചുറ്റും വലിയൊരു ഗാർഡൻ ഉള്ളതായ വീട് കേട്ടോ. അപ്പൊ വിച്ചും കറക്റ്റ് ആണ്, അവിടെ ദാറ്റ് കറക്റ്റ് ആണ്. ബിലോങ്സ് ടു മൈ ഫ്രണ്ട്, അതെന്റെ ഒരു സുഹൃത്തിന്റെയാണ്. ഓക്കെ സാർ, അപ്പൊ കറക്റ്റ് സ്യൂട്ട് ആവുന്നത് ഏതായിരിക്കും? വിച്ച് മതി. വിച്ച്. യെസ്. അടുത്തത് നോക്കിയത്. അടുത്തത് അഞ്ജലിക്ക് തരാം. യെസ്, തെറ്റെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പേടിക്കണ്ട. നിങ്ങൾ ഓർത്താൽ പൂരിപ്പിച്ചോ, എന്നിട്ട് അത് ശരിയായിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഞാൻ വിചാരിച്ചല്ലോ ആൻസർ ആയിട്ട് വന്നത്, എന്താണ് അതിന്റെ മിസ്റ്റേക്ക് എന്ന് ചോദിക്കാം. അപ്പൊ നമുക്ക് കറക്റ്റ് ചെയ്യാം. യെസ്, this is the boy. Dash bicycle was stolen. STOLEN. This is the boy dash bicycle was stolen. അപ്പോ എല്ലാവരോടും പൂരിപ്പിക്കുക, മനസ്സുകൊണ്ട് പൂരിപ്പിച്ച് വെക്കുവാട്ടോ. നമ്മൾ നേരത്തെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അഞ്ജലി, ഇറ്റ് ഈസ് യുവർ ടേൺ. Okay, this is the boy where bicycle was stolen. ഒന്നുകൂടി ഒന്ന് നോക്കി. This is the boy who bicycle was stolen. Who? WHO. നോക്കി. അപ്പൊ ശരിയാവണില്ല. നോക്കി, ദിസ് ഈസ് ദ ബോയ്. ഇതാണ്. ഓക്കെ, നമുക്ക് ശരിയാക്കട്ടെ. ദിസ് ഈസ് ദ ബോയ്, ഇതാണ് ആ കുട്ടി. ആരുടെ ബൈസിക്കിളാണോ നഷ്ടപ്പെട്ടത് ആ കുട്ടി ഇതാണ്. ഇനി ഒന്ന് കറക്റ്റ് ചെയ്ത്. Okay, this is the boy whom. WHO. അതിപ്പം ആരെന്താണ്? ആരുടെ. Okay, this is the boy വേറെ വരില്ല. Who അല്ല, WHO who തന്നെയല്ലോ. WHOEC ആണ്, whose ആണ് കേട്ടോ. This is the boy. Whose. WHOEC. This is the boy. ഇതാണ് ആ കുട്ടി. Whose bicycle, ആരുടെ ബൈസിക്കിൾ was stolen, ആരുടെ ബൈസിക്കിൾ ആണോ നഷ്ടപ്പെട്ടത്. Who ആയ, which ആയ, whom
ആരെ, ഹൂസ് ആരുടെ. മാറിപ്പോകരുത്. ഒന്ന് ഹുമാണ് ആരെ, മറ്റേത് ഹൂസ് ആര്. ഓക്കെ 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 ഓക്കെ. യെസ്, ഹൂസ് ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്തത് the bird dash you are looking at is a okay പറയാം. The bird dash you are looking at is a rare, rare one. Okay, ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചോളൂ. The bird dash you are looking at is a rare one. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നതായ പക്ഷി അതൊരു അപൂർവ ഇനത്തിൽപ്പെട്ടതാണ്. നിങ്ങൾ അവിടെ ഫില്ല് ചെയ്യുക. യെസ്, മെർലിൻ, ഇറ്റ് ഈസ് യുവർ ടേൺ. The bird when you are looking. ഒന്നിനു പറഞ്ഞേ. The bird when. അപ്പൊ അർത്ഥം പറഞ്ഞു നോക്കിയേ മെർലിൻ. വെന്ന് പറഞ്ഞാൽ എപ്പോഴും തന്നെ വരാം. That ആണ് വരുന്നത്. That. ഓക്കെ ഓക്കെ, ദാറ്റ് വരാം. ദാറ്റ് വെച്ചാൽ മതി അവിടെ. യെസ്, ദാറ്റ് വരുന്ന സ്ഥലത്തേക്ക് കൂട്ടാവാറുണ്ട്. അപ്പൊ ഇവിടെ ദാറ്റ് ആണ് കളിക്കുന്നത്. The bird that you are looking, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ബേർഡ് ഈസ് എ റയർ വൺ. ദാറ്റ് ആണ്, വെന്നല്ല, ദാറ്റ്. സാർ വിച്ച് വരും അതില്? വിച്ച് വരൂലേ സാറേ? ഓക്കെ ഓക്കെ, ദാറ്റ് വരുന്ന സ്ഥലത്ത് വിച്ച് കൂടി സൂട്ട് ആവും. ഓക്കെ, അടുത്തത്. സാർ വിച്ചിന്റെ മീനിങ് എന്താ മലയാളം? വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ക്വസ്റ്റ്യൻ വേർഡാണ്. അത് ഒരു സെന്റൻസിന്റെ ആദ്യം വരുമ്പോൾ വിച്ച് ഏത് എന്ന് വരും. നേരെ മറിച്ച് അത് ഒരു റിലേറ്റീവ് അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഡു വരൂലേ? ഫസ്റ്റ് ഡു യു അങ്ങനെയല്ലേ വരാം? ഡു യു ഡു യു വരും. ഡബ്ല്യൂയിൽ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട് അങ്ങനെയല്ലേ? അത് വിച്ച് ഉണ്ട്, പൂവുണ്ട്, വാട്ട് ഉണ്ട്, ഇതൊക്കെ ഡബ്ല്യൂയിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻ വേർഡാണ്. യെസ്, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ എക്സാമ്പിൾ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഭർത്താവിനോട് പറയുന്ന കാര്യം പറഞ്ഞില്ലേ, ഇന്നലെ നിങ്ങൾ കൊണ്ടുവന്നതായ പച്ചക്കറികൾ വളരെ മോശമായിരുന്നു. നമ്മളെന്താ വിച്ചാണ്. വെജിറ്റബിൾസ് വിച്ച് യു ബ്രോട്ട്, നിങ്ങൾ കൊണ്ടുവന്നതായ വെജിറ്റബിൾസ് അല്ല. The vegetables which you brought are very bad. അത് വളരെ മോശമായിരുന്നു. പിന്നെ നമ്മൾ ഹൂ പറഞ്ഞപ്പോ അതും ആയാന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ അവിടെ ജീവനുള്ള ആളായിരുന്നു. This is the boy. ഇതാണ് ആ കുട്ടി. Who got, കിട്ടിയതായ full A+ in SSLC examination. SSLC examinationൽ full A+ കിട്ടിയതായ കുട്ടി ഇതാകും. This is the boy who got full A+ in the examination. Okay. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് ബിസ്മിക്കാണ്. ചാടിക്കരി പറയേണ്ട, ആലോചിച്ചിട്ടൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ. അല്ലാതെ യെസ്, the man dash spoke, S-P-O-K-E, spoke just now, J-U-S-T, just now, is a
പൊളിറ്റീഷ്യൻ, POLITICIA. ഒന്നുകൂടി പറയാം. The man dash spoke just now is a politician. Okay. Politician എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരൻ. The man who Very good, Miss Me. The man, ആ മനുഷ്യൻ, who spoke, സംസാരിച്ചതായ മനുഷ്യൻ, just now, കുറച്ചു മുമ്പ് സംസാരിച്ചതായ മനുഷ്യൻ, is a politician. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ. The man who spoke just now is a politician. Okay, Miss Me? Very good. Yes. അടുത്തത് ഹസീനക്കാണ്. It is your turn. The film dash we saw SAW കണ്ടു. We saw yesterday is an old one. Old one. Okay, I will repeat. The film dash we saw yesterday is an old one. ഓരോരുത്തരും പൂരിപ്പിച്ചു വെച്ചോട്ടോ. The film which we. Yes, which we. That is the correct. Okay. That മതി, കുഴപ്പമൊന്നുമില്ല. Which is apt. Which മതി കേട്ടോ. The film, cinema. Which we saw, ഞങ്ങൾ കണ്ടതായ സിനിമ. അപ്പൊ വിച്ചിന്റെ അർത്ഥം ആയെന്നാണ്. ഞങ്ങൾ കണ്ടതായ സിനിമ. Yesterday, ഇന്നലെ കണ്ടതായ സിനിമ. It's an old one. അതൊരു പഴയ സിനിമയാണ്. അടുത്തത് മേരി ജിൻസിക്കാണ്. The book dash you gave me GAV gave me is in my room. ഒന്നുകൂടി പറയാം. I will repeat. The book dash you gave me is in my room. The book that. Okay. That കൂടാതെ പിന്നെ അവിടെ എന്തെങ്കിലും പറ്റും. Which. Okay, correct. Okay. The book, പുസ്തകം. Which you gave me. നീ എനിക്ക് തന്നതായ പുസ്തകം കേട്ടോ. ഈ സിനിമ റൂം അതെന്റെ മുറിയിലിട്ടുണ്ട്. അല്ലെങ്കിൽ ദ ബുക്ക് ദാറ്റ് യു ഗേവ് മീ ഈസ് ഇൻ മൈ റൂം. അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞു ഒരു സെന്റൻസ് തരികയും ആ ഒരു സെന്റൻസിലെ ഒരു ഡാഷ് ഇട്ട സ്ഥലത്ത് നിങ്ങൾ അത് പൂരിപ്പിക്കുകയും ചെയ്തു. ഞാൻ ഒരു സ്റ്റെപ്പ് കൂടി അങ്ങനെ മുകളിലോട്ട് പോയി. ഇനി തരുന്നത് 2 സെന്റൻസ് ആണ്. നിങ്ങൾ 2 സെന്റൻസിനെ റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ച് ഒറ്റ സെന്റൻസ് ആക്കുക. അപ്പൊ ഈ ഒരു സ്ട്രക്ചർ വരുമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ശ്രമിച്ചു നോക്കാം. ഓക്കെ, ധന്യക്കാണ് ആദ്യത്തെ ചാൻസ്. ഓക്കെ. The man is an actor. ACT over acting. Full stop. രണ്ടാമത്തെ സെന്റൻസ്. We met him yesterday. Yes. Okay. ഞാൻ ഒന്ന് രണ്ട് സാധ്യതകളൊക്കെ പറയുന്നത് നിങ്ങളുടെ ചിന്തകൾക്ക് പറ്റി. Okay.
ദ മാൻ ഈസ് ആൻ ആക്ടർ. ഒരു സെന്റൻസ്. ഈ മനുഷ്യൻ ഒരു നടനാണ്, അല്ലെങ്കിൽ ആ മനുഷ്യൻ ഒരു നടനാണ്. വി മെറ്റ് ഹിം യെസ്റ്റർഡേ. നമ്മൾ അവനെ ഇന്നലെ കണ്ടു. അപ്പൊ എന്ത് പറയണം? ആ മനുഷ്യൻ ആരെയാണോ ഇന്നലെ നമ്മൾ കണ്ടത്, ഒരു ആക്ടറാണ്. ഇങ്ങനെ പറയണം. യെസ്. ആണോ? എന്തോ Whom? The man is at whom. ഇതിന്റെ നേരത്തെ നമുക്കൊരു ഡാഷ് ഇട്ട് കൊടുക്കുന്നത് അവിടെ പോയിട്ട് ഇത് സെന്റൻസ് കറക്റ്റ് ചെയ്ത് വരും. അപ്പൊ ഫുള്ള് പറയണം, കറക്റ്റ് ചെയ്ത് കേട്ടോ. പറഞ്ഞു. ഒറ്റ മിനിറ്റ്. ധന്യ പറഞ്ഞോളൂ. ധന്യ എന്തെന്ന് പറയട്ടല്ലേ ലിയ? ആ. The man is an at whom we met him yesterday. ഓ, ചെറുതായിട്ടൊരു കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. നോക്ക്, ഇതിന്റെ അകത്ത് നമ്മള് വേറൊന്ന് ചെയ്തു. ഞാൻ പറഞ്ഞോട്ടെ. ഒറ്റ മിനിറ്റ്. നമ്മൾ the man dash we met this morning is a pilot എന്ന് സാറിന് നമ്മൾ പറഞ്ഞു നോക്കണ്ട. നമ്മൾ വന്നപ്പോ തന്നെ ആ മോഡൽ വരില്ല. നമ്മളിവിടെ പറഞ്ഞു ആ രീതിയിൽ പറഞ്ഞു. ആ ഓക്കെ. ലിയ പറഞ്ഞു. അന്ന് ആലോചിച്ചു. ഒന്നുകൂടി പറഞ്ഞു. വിച്ച് വന്നപ്പോ അതിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് വരും. മനുഷ്യനല്ലേ ഞാൻ പറയാം. ആ മനുഷ്യൻ ആരെയാണോ ഇന്നലെ നമ്മൾ കണ്ടത്, ഒരു ഞാൻ പറയട്ടെ സാർ. The man whom we met him yesterday is an actor. Very good. The man whom we met yesterday. ആരെയാണോ ഇന്നലെ നമ്മൾ കണ്ടത് ഈസ് ആൻ ആക്ടർ. പിടികിട്ടില്ലേ? അത് നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെയാണ്. രാവിലെ കണ്ട മനുഷ്യൻ ഒരു പൈലറ്റ് ആണെന്ന് പറഞ്ഞില്ലേ? ദ മാൻ, ആ മനുഷ്യൻ. തന്നെ ചേർത്തപ്പോ അവരുടെ ഈസ് കൂടെ ചേർത്തു. ഈസ് ലാസ്റ്റേ വരുള്ളൂ. ദ മാൻ, ആ മനുഷ്യൻ. പിന്നെ അയാളെ വിശേഷിപ്പിക്കുക. whom we met, നമ്മൾ കണ്ടതായ. എപ്പോൾ? യെസ്റ്റർഡേ, ഇന്നലെ കണ്ടതായ മനുഷ്യൻ. ഈസ് ആൻ ആക്ടർ. അധികം എന്താണ്? ഒരു ആക്ടറാണ്. ഓക്കെ. നിങ്ങൾ ചിന്തിച്ചാൽ മതി, റെഡിയാവും. ആദ്യം ആ വിഷയം പറയാം, അയാളൊന്ന് വിശേഷിപ്പിക്കുക, ബാക്കി പിന്നെ നോക്കാം. ഓക്കെ. സനീഷ. എന്തോ ഒരു ടഫ് പോലെ. കിട്ടില്ല? എന്തോ ഒരു ടഫ് പോലെ. എന്താണ് മെഡിജൻസി? ഇപ്പൊ പഠിപ്പിച്ചോണ്ടിരിക്കുന്നത് കുറച്ച് ടഫായിട്ട് തോന്നുന്നുണ്ടെന്നോ? ടഫാണെന്ന്. യെസ്. ലിയ വിച്ചാണ് വെച്ചത്. കാരണം ഇവിടെ നമ്മൾ പറയുന്ന ഒരാളെ കുറിച്ചാണ്. അവിടെ നമ്മൾ എന്താ പറയുക? ഇതിലേതെങ്കിലും ഒന്നാ പറ്റുള്ളൂ. ഓക്കെ. വിച്ച് എപ്പോഴും പറ്റുന്നത് ജീവനില്ലാത്ത വസ്തുക്കളെ കൂടിയാണ്. യെസ്, അതാണ് എൻ്റെ അകത്ത് പറ്റിയൊരു മിസ്റ്റേക്ക്. അപ്പൊ ലിയ മൂന്നെണ്ണം വെച്ച് ചിന്തിക്കും. അപ്പൊ ഇങ്ങനെയാണ് വിച്ച് വസ്തുക്കളാണ് ഇതാക്കുന്നത്. വിച്ച് എന്ന് പറയുന്നത് വസ്തുക്കളെ, സാധനങ്ങള്, അങ്ങനെ. ഹും അതൊക്കെ മനുഷ്യന്, ഇങ്ങനെ ജീവനുള്ള ബോയ്, ഗേള്, അങ്ങനെയൊക്കെ വരുമ്പോ. അതാണ് നമ്മൾ ആ വെജിറ്റബിളും നേരത്തെ പറഞ്ഞത്. ഓക്കെ. പക്ഷെ സെന്റൻസ് വരുമ്പോ അതുകൊണ്ട് ചിന്തിക്കണില്ല. എന്തോ സെന്റൻസ് വരുമ്പോ അത് ചിന്തിക്കണില്ല, അത് പെട്ടെന്ന് വരുന്നില്ല. അയാളത്തിനുള്ള അർത്ഥം പറഞ്ഞത്. ഓക്കെ, നമുക്ക് ശരിയാക്കി എടുക്കാൻ ചെയ്യാം. എങ്ങനെ റെഡിയാവും? യെസ്, നമ്മൾ നേരത്തെ എന്താ പറയാ, സൈനിങ് ഓണിലും പറഞ്ഞില്ലേ, മിസ്റ്റേക്സ് ഇസ് എ പാർട്ട് ഓഫ് ലേണിംഗ്. യെസ്, ഓക്കെ. അത് പേടിക്കണ്ട. ഡോണ്ട് വറി, ഡോണ്ട് ബി ഡിപ്രസ്ഡ്. ഞങ്ങൾക്കില്ലേ? യെസ്, പേടിക്കണ്ട. യെസ്, നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. റെഡിയാവും. കുറച്ചേരം കഴിയുമ്പോൾ റെഡി ആയിക്കോളൂ. യെസ്, ഓക്കെ. ശ്രമിക്കേ. ഓക്കെ, ചോദിച്ചോ. അടുത്തത്. Here is the scooter.
ഹിയർ ഈസ് ദ സ്കൂട്ടർ. ഫുൾ സ്റ്റോപ്പ്. അടുത്ത വാചകം. I bought it. BOUGHT. I bought it. I bought it last week. Okay. ലിയ ശ്രദ്ധിക്കും. ഞാൻ പറഞ്ഞ അർത്ഥം കൂടി ശ്രദ്ധിക്കും. ഓക്കെ. ഹിയർ ഈസ് എ സ്കൂട്ടർ. ഈ സ്കൂട്ടർ എവിടെയാകുന്നു? ഹിയർ ഈസ് ദ സ്കൂട്ടർ. അടുത്ത വരിയാണ് ഐ ബോട്ട് ഇറ്റ് ലാസ്റ്റ് വീക്ക്. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച വാങ്ങിയതാണ്. ഈ രണ്ട് സെന്റൻസുകളെ നമ്മൾ ഒറ്റ സെന്റൻസ് ആക്കിയാണ്. ഒരു എക്സാമ്പിൾ പറയല്ലേ? ഹിയർ ഈസ് ദ സ്കൂട്ടർ. സ്കൂട്ടർ ഇവിടെയാകുന്നു. ഐ ബോട്ട് ഇറ്റ് ലാസ്റ്റ് വീക്ക്. അപ്പൊ നമ്മൾ ആദ്യം പറയുന്നത് സ്കൂട്ടർ. ആ സ്കൂട്ടറിന് വിശേഷിപ്പിക്കണം. എന്ത്? കഴിഞ്ഞ ആഴ്ച ഞാൻ വാങ്ങിയ സ്കൂട്ടർ. പിന്നെ വായ്പ പറയാം. അത് ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്. ഈ ഒരു ക്രമത്തിലാണ് ഇംഗ്ലീഷിൽ പറയാൻ പാടുള്ളൂ. പറഞ്ഞോട്ടെ. ആ ഓക്കെ ഓക്കെ. പറഞ്ഞോളൂ. Which is the scooter that I got it? വിച്ച് ആദ്യം വരുമ്പോ വിച്ച് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഏതെന്നായി. വിച്ച് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഏതെന്നായി. ഞാൻ പറയട്ടെ സാറ്. നമ്മള് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഡാഷ് ഇട്ട് സ്ഥലം. ദ ബുക്ക് ഡാഷ് യു ഗേവ് മീ ഈസ് ഇൻ മൈ റൂം എന്നുള്ള വാചകം കണ്ട. The book which that അത് യൂസ് ചെയ്യാന്നുള്ള സ്കൂട്ടർ വിച്ച് ഐ ബോട്ട് ഇൻ ലാസ്റ്റ് വീക്ക് അങ്ങനെയാണോ? ഞാൻ പറഞ്ഞോട്ടെ. അതേപോലെ പറഞ്ഞു നോക്കി. അതായത് ദ ബുക്ക് വിച്ച് യു ഗേവ് മീ ഈസ് ഇൻ മൈ റൂം. അതേപോലെ പറഞ്ഞു നോക്കും. ആ ബുക്ക് എന്നുള്ളതിന് പകരം സ്കൂട്ടർ എന്ന് പറയാം. The scooter which ഞാൻ വാങ്ങിയതായ. കറക്റ്റാണ്, പറഞ്ഞോ. the scooter which I പറ്റോ അല്ലേ? അപ്പൊ അത്രയും വരെ കറക്റ്റായി. ദ സ്കൂട്ടർ വിച്ച് ഐ ബോട്ട്. ഞാൻ വാങ്ങിയതായ സ്കൂട്ടർ. എപ്പോഴാ ഇത് വാങ്ങിയത്? ലാസ്റ്റ് വീക്ക്. ലാസ്റ്റ് വീക്ക്. അപ്പൊ അവിടെ വരെ കറക്റ്റായി. ഇതിപ്പോ എവിടെയാ ഉള്ളേ? അറിയൂല. നമ്മള് ചോദ്യത്തിലുള്ള ഹിയർ ഇവിടെ ഇരിപ്പുണ്ടെന്നല്ല പറയുന്നത്. അപ്പൊ അതിന് മുന്നൊരു വെർബ് കൂടി വരും. ഈസ് ഹിയർ. ദ സ്കൂട്ടർ വിച്ച് ഐ ബോട്ട് ലാസ്റ്റ് വീക്ക് ഈസ് ഹിയർ. മനസ്സിലായില്ലേ? യെസ്. ഇനി തന്നിരിക്കുന്ന വാചകത്തിലുള്ള കാര്യം കീർത്തി Sir, ഇങ്ങനെ വരുമോ? This is the scooter that I bought last week. This is here. അങ്ങനെ പറയും. This is the scooter that I bought last week is here. അങ്ങനെ വരുമോ? This is the scooter That I bought last week is here. Okay. This is the scooter. Okay. ലിയ, ഇതിനകത്ത് കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഹിയർ ഈസ് ദ സ്കൂട്ടർ. സ്കൂട്ടർ ഇവിടെയുണ്ട്. ഐ ബോട്ട് ഇറ്റ്. ആ ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഇത്. ആ ഇറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറയാമോ ലിയ? സ്കൂട്ടറാണ് അല്ലെ? അപ്പൊ ഇറ്റ് എന്ന് പറഞ്ഞ സ്കൂട്ടറാണ്. പിന്നെ സ്കൂട്ടർ എന്നുള്ള വാക്ക് അപ്പൊ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ ആ രണ്ടാമത്തെ ഇറ്റ് നമ്മൾ ഒഴിവാക്കി. മനസ്സിലായോ? ഓരോ സംഗതി 2 പ്രാവശ്യം പറഞ്ഞേക്കണേ. ആ ഇറ്റെന്ന് ഉദ്ദേശിക്കുന്ന സ്കൂട്ടറാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ദ സ്കൂട്ടർ വിച്ച് ഐ ബോട്ട് ലാസ്റ്റ് ഇയർ. പിന്നെ ഇറ്റ് വേണ്ട. ഇറ്റും സ്കൂട്ടർ സെയിം ആണല്ലോ.
അവിടെ 2 സെന്റൻസ് വന്നത് കൊണ്ടാണ് രണ്ടാമത്തേല് സ്കൂട്ടറിന് ആവർത്തിക്കാതെ ഇറ്റ് എന്ന് വന്നത്. ഓക്കെ, പ്രോനൗൺ വന്നത്. അപ്പൊ രണ്ടാമത്തെ നമ്മൾ ആ പ്രോനൗൺ ആയിട്ട് വന്ന പേര് നമ്മൾ ഒഴിവാക്കി. ഓക്കെ, യെസ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സേതുലക്ഷ്മി, ഇറ്റ് ഈസ് യുവർ ടേൺ കേട്ടോ. സേതുലക്ഷ്മി, the boy is my student. The boy is my student. രണ്ടാമത്തെ സെന്റൻസ്, ഹിസ് ഫാദർ came here, C-A-M-E, came here yesterday. Okay, സെന്റൻസ് നോക്കിക്കോട്ടോ. ദ ബോയ് ഈസ് മൈ സ്റ്റുഡന്റ്. ആ ആൺകുട്ടി എന്റെ വിദ്യാർത്ഥിയാണ്. ഹിസ് ഫാദർ, രണ്ടാമത്തെ വാചകം, അവന്റെ അച്ഛൻ കെയിം ഹിയർ യെസ്റ്റർഡേ, ഇന്നലെ ഇവിടെ വന്നു. അപ്പോ കുട്ടി എങ്ങനെയുള്ള കുട്ടി? ആരുടെ അച്ഛനാണോ ഇന്നലെ വന്നത് ആ കുട്ടി എന്റെ വിദ്യാർത്ഥി. കുട്ടി ആരുടെ അച്ഛനാണോ ഇന്നലെ വന്നത്. സേതുലക്ഷ്മി, ആളുണ്ടാതെ വേണ്ടി വിളിച്ചാണ്. ഓക്കെ 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 ഓക്കെ, സമയം എടുത്ത് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ, ഇത് കുറച്ച് ടഫായ പോലെ ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ സേതുലക്ഷ്മി മനസ്സിൽ പറയണ്ടാവും. ബാക്കിയുള്ളവരോടൊക്കെ സാർ എളുപ്പമുള്ളത് ചോദിച്ചു, എന്നോട് വന്നപ്പോ ബുദ്ധിമുട്ടുള്ളത് ചോദിച്ചില്ലേ ഇത് പറയണ്ടാവൂലേ? ഇല്ല, അതിങ്ങനെ ഓർഡറിൽ പറയരുത്, ഇത് മാത്രം കിട്ടണില്ല. ഓക്കെ, ജാൻസരം ശ്രീലക്ഷ്മിയുടെ കഴിഞ്ഞിട്ട് ഞാൻ വരാം. ഓക്കെ, റെഡിയാക്കി വെച്ചോ. ഇനി ലിയ ഒരെണ്ണം എഴുതി. അപ്പൊ ചിലപ്പോ തോന്നുന്നത് ഇങ്ങനെയല്ല, വേറൊരു രീതിയിലാണ്. അപ്പൊ രണ്ടാമത് വേറൊന്നും എഴുതി വെച്ചു. അപ്പോഴും തോന്നുന്നത് ഇതും അല്ല, വേറെ രീതിയിലാണ്. 3 എഴുതി വെച്ചു. നമുക്ക് ഡിസ്കസ് ചെയ്യാം, നോ പ്രോബ്ലം. എഴുതി വെച്ചോ, റെഡിയായിട്ട് വെച്ചോ. ഞാൻ അതിന്റെ റൂട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബോയ്, ആരുടെ അച്ഛനാണോ ഇന്നലെ വന്നത് ആ ബോയ് എന്റെ വിദ്യാർത്ഥി. ഇതിൻ്റെ അകത്ത് ഞാൻ പറയുന്നതിലുണ്ട് ഏത് വാക്കാണ് ഉപയോഗിക്കേണ്ടതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കറക്റ്റ് പിടികിട്ടുന്നു. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ അകത്തൊക്കെ കറക്റ്റ് വന്നു പോകുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ, ഫാൻസി, യെസ്. തെറ്റതിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ട, തെറ്റിക്കോട്ടെ, ദാറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. The father who came yesterday, അങ്ങനെയാണോ സാർ? അപ്പൊ എന്ത് പറ്റുമെന്ന് പറയാമോ? The father who came yesterday, ഇന്നലെ ഇവിടെ വന്നതായ ഫാദർ. അതിനു മുന്നേ ഒരു സാധനം വേണമായിരുന്നു. കുട്ടി ആരുടെ ഫാദറാണോ ഇന്നലെ വന്നത് അതിനാക്കി. ഞാൻ പറയാം. The boy's father who came here yesterday is my student. ചെറിയൊരു സാറേ ഞാൻ പറയട്ടെ. The boy whose father came here yesterday is my student. അവിടെ നിൽക്കട്ടെ. താൻസി എന്താ പറയാൻ പോയെ? The boy whose father came yesterday is my student.
അവിടെ നിൽക്കട്ടെ. ലിയ എന്താ പറയാൻ പോയെ? That my student whose father came here yesterday. അല്ല, ആദ്യം നമ്മൾ ഇതാ ബുക്ക് എന്ന് പറഞ്ഞ പോലെ വിദ്യാർത്ഥി എന്ന് പറഞ്ഞു. സ്റ്റുഡന്റ് അവിടെ പഠിക്കാൻ ആരംഭിക്കും. The student whose father. യെസ്, ഇപ്പൊ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. താൻസിബ, ബിസ്മി രണ്ടുപേരും പറഞ്ഞത് കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാനത് വെരി ഗുഡ് നേരത്തെ കറക്റ്റ് ആയിട്ട് പറയാണ്ടിരിക്കാൻ കാരണം അപ്പൊ അത് പറയുമ്പോൾ അതിന്റെ ചുവട് പിടിച്ച് പോകണ്ടല്ലോ വിചാരിച്ചാണ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. നോക്കിയേ, ദ ബോയ്, കുട്ടി. എങ്ങനെയുള്ള കുട്ടി? ഹൂസ് ഫാദർ കെയിം ഹിയർ യെസ്റ്റർഡേ. ആരുടെ അച്ഛനാണോ ഇന്നലെ ഇവിടെ വന്നത് ആ കുട്ടി. ഈസ് മൈ സ്റ്റുഡന്റ്, എന്റെ വിദ്യാർത്ഥിയാണ്. സാർ ഒന്നും കൂടെ പറയാം സാറേ, അത് ക്ലിയർ ആയില്ല. ക്ലിയർ ആയില്ല. അത് ഞാൻ അങ്ങോട്ട് വരുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയും. യെസ്, നോക്കിയേ, നമ്മളിപ്പോ ഈ കവിതകളൊക്കെ എഴുതുമ്പോ ആ കവിനെ കുറിച്ച് പറയില്ലേ? ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് വില്യം വേഴ്സ്വർത്ത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. വില്യം വേഴ്സ്വർത്ത് ഈസ് എ great poet. Yes, നോക്ക്, വില്യം വേഴ്സ്വർത്ത് ഈസ് എ ഗ്രേറ്റ് പോയറ്റ്. വില്യം വേഴ്സ്വർത്ത് മഹാനായ ഒരു കവിയാണ്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ ഒരു വാക്കുകൂടി നമുക്ക് ചേർക്കണം. അതായത് വില്യം വേഴ്സ്വർത്ത് നല്ല കവിയാണ്. അദ്ദേഹം പ്രകൃതിയുടെ ഒരു കാമുകനും കൂടിയായിരുന്നു. യെസ്, പ്രകൃതിയുടെ ഒരു കാമുകനും കൂടിയായിരുന്നു. അഞ്ജലിക്ക് ഒരു ചാൻസ് തരുന്നു. വില്യം വേഴ്സ്വർത്ത് ഒരു മഹാൻ കവിയാണ്. അദ്ദേഹം ഒരു പ്രകൃതിയുടെ കവിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചേർക്കണം. ഒറ്റ സെന്റൻസ് ആവുമ്പോൾ പ്രകൃതി സ്നേഹിയായിരുന്നു. ദ ലവർ ഓഫ് നേച്ചർ, ലവർ ഓഫ് നേച്ചർ. ഈ സാധനം കൂടി ഇതിനുള്ളിൽ ചേർക്കണം. എവിടെയെങ്കിലും ചേർത്ത് അതൊന്നും കൂടി പറയാം, മലയാളത്തിൽ ഒന്നും കൂടെ പറയാം സാറേ. ഞാൻ സെന്റൻസ് പറഞ്ഞു. വില്യം വേഴ്സ്വർത്ത് ഈസ് എ ഗ്രേറ്റ് പോയറ്റ്. വില്യം വേഴ്സ്വർത്ത് മഹാനായ ഒരു കവിയാണ്, ഇംഗ്ലീഷ് സാഹിത്യത്തിലെ കവിയാണ്. ഇതൊരു സെന്റൻസ് ആണ് ഞാൻ തന്നിട്ടുള്ളത്. ഇതിന്റെ അകത്ത് എവിടെയെങ്കിലും ദ ലവർ ഓഫ് നേച്ചർ കൂടി ചേർക്കണം. രണ്ട് സെന്റൻസ് ആണെങ്കിൽ ഒരു സെന്റൻസ് ആവാം. ഓക്കെ, ദ വില്യം അത് കഴിഞ്ഞിട്ടുള്ള വേർഡ് എനിക്ക് ആ പേര് ഫുള്ളായിട്ട് കിട്ടിയില്ല. വില്യം വേഴ്സ്വർത്ത്. ഓക്കെ, വില്യം വേഴ്സ്വർത്ത് ഇത് ഗ്രേറ്റ് പോയറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്? മീൻസ് അത് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല. അതാ ഈസ് എ ഗ്രേറ്റ് പോയറ്റ് എന്നുള്ളതിന്റെ ഉള്ളില് ലവർ ഓഫ് നേച്ചർ. ഓക്കെ, വില്യം വേഴ്സ്വർത്ത് is a great poet who is great lover of nature. യെസ്. അപ്പൊ ഇത്തിരി കൈവിട്ടു പോയി. നമുക്ക് അതൊന്നുകൂടി എഡിറ്റ് ചെയ്യാം. നോക്കിയേ, വില്യം വേഴ്സ്വർത്ത് He was ചേർത്തൂടെ? He was lover of nature. ഈ വാസ് പറയുമ്പോ സാർ അത് കഴിഞ്ഞു പോയ കാര്യല്ലേ? പിന്നെ വാസ് വരുമ്പോഴത്തേക്കും പിന്നെ അതിപ്പോ ഇല്ല, പണ്ടായിരുന്നു എന്നുള്ളൊരു മീനിങ് അല്ലേ? ശരിയാണ്. അപ്പൊ എന്ത് പറ്റി? രണ്ട് സെന്റൻസ് ആയി. പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പൊ രണ്ടായി. ഞാൻ പറഞ്ഞു ഒറ്റ സെന്റൻസ്. അതായത് വില്യം വേഴ്സ്വർത്ത് അത് സബ്ജക്റ്റ് ആണ്. ഈസ് ആകുന്നു, അത് വെർബാണ്. എന്താകുന്നു? എ ഗ്രേറ്റ് പോയറ്റ്, ഒരു മഹാ, അത് ഓബ്ജക്റ്റ് ആണ്. അപ്പൊ സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ് ഇതിൻ്റെ അകത്തുണ്ട്. സബ്ജക്റ്റ് ആരാണ്? വില്യം വേഴ്സ്വർത്ത്, സബ്ജക്റ്റ്. ഈസ് വെർബാണ്. ഈസ് എന്ന് പറഞ്ഞാല് വെർബാണ്. എ ഗ്രേറ്റ് പോയറ്റ് എന്നുള്ളത് എന്താണ്? ഓബ്ജക്റ്റ് ആണ്. ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആര് അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ ആണ് ഓബ്ജക്റ്റ്. വേറെ ചോദ്യത്തിന്റെ ഉത്തരം ഓബ്ജക്റ്റ് അല്ല. ആരെ അല്ലെങ്കിൽ എന്ത്, ഹും ഓർ വാട്ട്. നേരെ മറിച്ച് ഹൗ എന്നോ വെന്നെന്നോ വേറെന്നോ ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടിയാൽ ദാറ്റ് ഈസ് നോട്ട് ഓബ്ജക്റ്റ്. അതെന്തല്ല, അത് ഓബ്ജക്റ്റ് അല്ല. യെസ്. അപ്പോൾ നോക്കാം. വില്യം വേഴ്സ്വർത്ത്
സബ്ജക്റ്റ്, ഈസ് ആകുന്നു, അത് വെർബ്, എന്താകുന്നു? എ ഗ്രേറ്റ് പോയിറ്റ്, ഒരു വലിയ കവിയാകുന്നു. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ ദ ലവർ ഓഫ് നേച്ചർ എന്ന് കൂടി ചേർക്കണം. അപ്പൊ നമുക്ക് ചേർക്കാം. എങ്ങനെയാണ്? ആ വില്യം വേഴ്സ്വർത്ത് ആദ്യം പറഞ്ഞു, കോമ. ഇനി വില്യം വേഴ്സ്വർത്തിന്റെ വിശേഷണം പറയുന്നു. എന്താണ്? ലവർ ഓഫ് നേച്ചർ, പ്രകൃതി സ്നേഹിയായ വില്യം വേഴ്സ്വർത്ത് ഈസ് എ ഗ്രേറ്റ് പോയിറ്റ്. കറക്റ്റ്. അപ്പൊ വില്യം വേഴ്സ്വർത്ത്, കോമ, അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് പറയുന്നത്? അദ്ദേഹത്തിന്റെ വിശേഷണം പറയുന്നത് എന്താണ്? ദ ലവർ ഓഫ് നേച്ചർ. അതിന്റെ ബാക്കി പറയുന്നത് ഈസ് എ ഗ്രേറ്റ് പോയിറ്റ്. അതുപോലെ കുട്ടി എന്തോ നാൻസിമ അവിടെ ഹൂ ചേർക്കണോ? എന്തോ ഇപ്പൊ പറഞ്ഞില്ലേ വില്യം വേഴ്സ്വർത്ത് കോമ ലവർ ഓഫ് നേച്ചർ ഹു ഈസ് എ ഗ്രേറ്റ് പോയിറ്റ്. നേരത്തെ അഞ്ജലി നേരത്തെ എനിക്ക് പിടികിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് മനസ്സിലാവാൻ വേണ്ടി വേറൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. യെസ്, സാർ എങ്ങനെ ഇംഗ്ലീഷ് ഒക്കെ ഇങ്ങനെ പഠിച്ചത്? ചോദ്യം. അതെ, കുറച്ച് നേരം കഴിയുമ്പോ റെഡിയാവും. എക്സ്പീരിയൻസ് അല്ലേ? ഞാൻ പറയാം, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചതൊക്കെ. സാറേ, എനിക്ക് എന്താ പ്രോബ്ലം എന്ന് അറിയാമോ സാറേ? സംസാരിക്കുമ്പോ എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് കിട്ടും, പക്ഷെ ഇതേപോലെ ഈസ് വാസ് വേറ് അതാണ് സാറേ ഇഷ്യൂസ് വരണം. അതൊന്നും ബേസിക് ഇല്ല, പക്ഷെ നമുക്ക് സംസാരിക്കാനായിട്ടുള്ള ആ ഒരു കോൺഫിഡന്റോ അല്ലെങ്കിൽ സംസാരിച്ച് അത് ത്രൂ ഔട്ട് സംസാരിക്കാൻ പറ്റും, പക്ഷെ ബേസിക് നമുക്ക് പോയി. ഓക്കെ ഓക്കെ ഓക്കെ, അത് പേടിക്കണ്ട. യെസ്, ലിയ എന്താ ചെയ്യണേ? വേറെന്താ ചെയ്യണേ? പഠിക്കാതെ കൂടാതെ എന്താ ചെയ്യണേ? ബിസിനസ് ഉണ്ട് ചെറുതായിട്ട്. ബിസിനസ് ഉണ്ട്. എന്തിന്റെ ബിസിനസ്? വുമൻസ് ക്ലോത്ത്, പെണ്ണുങ്ങളുടെ ഡ്രസ്, വുമൻസ് ക്ലോത്ത് ഡ്രസ്. ഓക്കെ ഓക്കെ. ലിയ എവിടെ വരെ പഠിച്ചു? ഞാന് +2, പിന്നെ DMLT പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ പകുതി വെച്ചിട്ടിട്ട് പോയി. ഓക്കെ 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 ഓക്കെ. ലിയ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ലിയക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വിഷയം ആരായിരുന്നു? എന്തായിരുന്നു? എനിക്ക് ഏറ്റവും 10ാം ക്ലാസ് പഠിക്കുമ്പോ ഒരു മാഷിനായിരുന്നു ഇഷ്ടം. മാഷിന്റെ ഡ്രസ് നല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതായിരുന്നു? അപ്പൊ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ടീച്ചറിനോടോ സാറിനോടോ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ സാറ് പഠിപ്പിക്കുന്ന പഠിപ്പിച്ചിരുന്നത്. അപ്പൊ ഇംഗ്ലീഷോട് ചെറിയൊരു ഇഷ്ടം പണ്ടേ ഉണ്ടായിരുന്നില്ലേ? മറ്റുള്ളവരിങ്ങനെ ക്ലാങ്ക്ലാന്നൊക്കെ പറയുമ്പോ ഇഷ്ടമുണ്ട്, അതുപോലെ എനിക്ക് കിട്ടൂല. അതൊക്കെ റെഡിയാവും, അതൊക്കെ റെഡിയാവും. അതൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ടൊന്നും മെനക്കെട്ടാൽ മതി. ഇപ്പൊ ഈ ലിയ ചോദിച്ചൊരു ചോദ്യമാണ്, ഞാനും എങ്ങനെയാണ് പഠിച്ചതെന്നുള്ളത്. എന്നെ സംബന്ധിച്ച് പഠിക്കുക എന്നുള്ളൊരു ആവശ്യമായിരുന്നില്ല, പക്ഷെ എനിക്ക് അതൊരു അത്യാവശ്യമായിരുന്നു. അതായിരുന്നു എൻ്റെ ഒരു സാഹചര്യത്തിൽ അത്യാവശ്യം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് ഞാൻ ചേർന്ന അന്നു മുതൽ ഞാൻ എന്ത് ചെയ്തു? ക്ലാസ്സിൽ പോയിരുന്നു. ഫസ്റ്റ് ഇയർ ഡിഗ്രി. അപ്പോ അത്രയും നാളുകൾ പോകുന്നില്ലേ? അപ്പൊ നമുക്കത് കാണുമ്പോൾ പറയുമ്പോൾ പല കുട്ടികളോട് ഓരോ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. പിന്നെ നിങ്ങൾ അതിൻ്റെ അകത്ത് ആരാവും? എക്സ്പെർട്ട് ആവും. ഈ തമാശക്ക് പറയുന്നൊരു കഥയുണ്ട്. അതായത് ആൽബർട്ട് ഐൻസ്റ്റീൻ തന്റെ കണ്ടുപിടുത്തത്തെ കുറിച്ച് എല്ലായിടത്തും കൊണ്ട് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ പുള്ളി പ്രസംഗിക്കാനായിട്ട് പുള്ളി പോകുമ്പോൾ പുള്ളിയെ കൊണ്ടുപോകുന്ന ഒരു കുതിരവണ്ടിയിലാണ്. അപ്പൊ കുതിരക്കാരനും എല്ലാ സ്ഥലത്തിലും പുള്ളി പ്രസംഗം കേൾക്കും. അപ്പോ ഒരു സ്ഥലത്ത് നോക്കുമ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ അവശതയായി. അപ്പൊ ഈ കുതിരക്കാരൻ ആൽബർട്ട് ഐൻസ്റ്റീനോട് പറഞ്ഞു, സാറ് വേണമെങ്കിൽ വണ്ടി കയറി ഉറങ്ങിക്കോ, ഇവിടെ ഉള്ളവരായാലും ആൽബർട്ട് ഐൻസ്റ്റീനെ കണ്ടിട്ടില്ല, പ്രസംഗമല്ലേ, അത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞോളാം, ഞാനിപ്പോ കുറെ സ്ഥലത്തായാലും അത് കേൾക്കുന്നേ, എനിക്കിപ്പോ കാണാപ്പാടായി, ഞാൻ പറഞ്ഞോളാം. അപ്പൊ ആൽബർട്ട് ഐൻസ്റ്റീൻ വിചാരിച്ചു അന്ന് ശരി, അങ്ങനെ ആവട്ടെ. എന്നിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ ആ കുതിരവണ്ടി കിടന്നുറങ്ങുകയും കുതിരവണ്ടിക്കാരൻ ചെന്ന് ആ കണ്ടുപിടുത്തത്തെ കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ വേറൊരു കുഴപ്പമുണ്ടായി. കുറച്ച് അഞ്ജലിയെ പോലെ, ലിയയെ പോലെ, ഷിലുവിനെ പോലെയുള്ള കുറച്ച് വിദ്യാർത്ഥികൾ
കുറച്ച് സംശയങ്ങൾ ചോദിച്ചു. സംശയങ്ങൾ ചോദിച്ചപ്പോൾ കുതിരവണ്ടിക്കാരൻ പെട്ടുപോയി. കാരണം പുള്ളിക്ക് സംശയങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. എങ്കിലും പുള്ളി ആത്മധൈര്യം കൈവിടാതെ പറഞ്ഞു, ഈ സംശയങ്ങളൊക്കെ വളരെ നിസ്സാരങ്ങളായ സംശയമാണ്. ഇത്രയും സില്ലിയായിട്ടുള്ള സംശയങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയാറില്ല. ഇതിനൊക്കെ മറുപടി പറയാൻ എൻ്റെ വണ്ടി ഓടിക്കുന്ന കുതിരവണ്ടിക്കാരനുണ്ട്, അയാൾ വിളിച്ചാൽ മതി, അയാൾ പറയും. അങ്ങനെ അപ്പൊ അയാൾ വിളിച്ചു. അത് വന്നതാരാണ്? ആൽബർട്ട് ഐൻസ്റ്റീനാണ്. യെസ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു. ഇതൊരു തമാശയായിട്ട് പറയുന്ന സംഗതിയാണ്. പല പ്രാവശ്യം നമ്മളിങ്ങനെ ചെയ്തൊക്കെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളതിനകത്ത് എക്സ്പെർട്ട് ആകും. യെസ്. എന്തെങ്കിലും പഠിച്ചിട്ടാണ് ലീ ഇവിടം വരെ എത്തിയത്? ഇല്ലല്ലോ. കാലം ലീയെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചില്ലേ? ആരെയൊക്കെ വിശ്വസിക്കാം, ആരെയൊക്കെ വിശ്വസിക്കരുത് എന്നെല്ലാം ലീ പഠിച്ചില്ലേ? അത് എങ്ങനെ പഠിച്ചതാണ്? എക്സ്പീരിയൻസ് ഇസ് ദ ബെസ്റ്റ് ടീച്ചർ, അല്ലേ? അത് അനുഭവം കൊണ്ട് പഠിച്ചതല്ലേ? 100 പാഠപുസ്തകത്തിൽ നിന്ന് 1000 പാഠങ്ങൾ പഠിച്ചാലും ജീവിതം ലീയെ പഠിപ്പിച്ച ഒരുപാട് പാഠങ്ങളുണ്ട്. എന്താണ് പറഞ്ഞത്? എനിക്ക് ലീയുടെ എന്താ പറയാ, ഞാനിപ്പോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ പ്രാവശ്യം ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ, സാറേ ഞാൻ പറയട്ടെ എന്ന് പറയുന്ന ലീയുടെ അത് ഇരിക്കപ്പെടും. സാധാരണഗതിയില് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതിരിക്കാന്ന് പറഞ്ഞിരിക്കും. പക്ഷെ അത് ഞാൻ ശ്രദ്ധിച്ചു. ശരിയാക്കണം എന്നുള്ളൊരു എന്താ പറയാ, എന്തോ ഒരു ഇതുണ്ടായിരുന്നു. അതാണ്. ഓക്കെ, ധൈര്യമായിട്ടിരുന്നോ? യെസ്. അങ്ങനെ ഒരു മനസ്സ് ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. യെസ് അല്ലേ അഞ്ജലി? ഒരു മനസ്സ് കാണിച്ചാൽ മതി, ബാക്കി സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിനൊന്നും പേടിക്കണ്ട, അതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോ, അത് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. യെസ്. അത് നേരത്തെ പറഞ്ഞ ശരിയാണ്. ചിലപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മളങ്ങോട്ട് പറയും, കറക്റ്റായിട്ട് പറയും. അത് അങ്ങോട്ട് ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് വന്നു പോകും. പക്ഷെ അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് അതിന്റെ പിന്നിലുള്ള ലോജിക്കില്ലേ? ഇന്ന കാരണമാണ് അത് അങ്ങനെ വന്നത്, ഇന്നതാണ് അതിന്റെ വിഷയം എന്ന് നമുക്ക് പറയാൻ കൂടി പറ്റിക്കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി നല്ലതാണ്. അപ്പൊ കുറച്ചും കൂടി നമുക്ക് ആധികാരികമായിട്ട് നമുക്ക് അതിനെ സമീപിക്കാൻ പറ്റും. യെസ്. അപ്പൊ അത് വിഷമിക്കേണ്ടതില്ല. റെഡിയാക്കി. ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞപ്പോ ഒരു വാചകം പറഞ്ഞു, ആരുടെ അച്ഛനാണ്? ആരുടെ എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോൾ ഫാൻസി പറഞ്ഞു, ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് പിടികിട്ടി, അവിടെ ഹൂസ വരുള്ളൂ. കാരണം ഹൂസ് എന്നാണ് പറഞ്ഞാൽ ആരുടെ എന്നുള്ള വേർഡ്, ഇംഗ്ലീഷ് വേർഡ്. അപ്പൊ അവിടെ ഹൂസ് വരും എന്നുള്ള കാര്യം ഞാൻ എന്ത് ചെയ്തു? ഈ വരികൾക്കിടയിൽ പറയാതെ പറഞ്ഞു പോയി. യെസ്. അപ്പൊ അത് മനസ്സിലായവരും മനസ്സിലാക്കി, ഓക്കെ, അവിടെ ആരുടെ എന്നാണ് വന്നേക്കുന്നത്, അപ്പൊ കറക്റ്റാണ്, അവിടെ ഹൂസ വരുള്ളൂ. വേറെ ഞാൻ പറഞ്ഞപ്പോ അവിടെ ആരെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ കറക്റ്റ് മനസ്സിലാക്കി അവിടെ ഹുമ്മാണ് വരുന്നത്. യെസ്. അത് അങ്ങനെ നമ്മളൊന്ന് ചിന്തിച്ചിരുന്നു. യെസ്. അപ്പൊ രണ്ടുകൊണ്ടൊക്കെ ഞാൻ പറഞ്ഞില്ല, പിന്നെ പറയേണ്ടി വരില്ല. പിന്നെ നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാൻ പറ്റും, ഇവിടെ ഇന്ന സംഗതിയാണ് വരുള്ളൂ എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. യെസ്. അത് പേടിക്കണ്ട ലിയ. കുറച്ചാൾ കഴിയുമ്പോൾ ലിയയുടെ വീടിന്റെ മുന്നിൽ ഒരു ബോർഡ് വെക്കും, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് പഠിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ബോർഡ് വന്നു. അപ്പൊ കുട്ടികൾ അവിടെ വരും. അതായത് ഈ 8ലും 9ലൊക്കെ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ തന്നെ വായിക്കാനോ അല്ലെങ്കിൽ വായിച്ചിട്ട് അതിന്റെ അർത്ഥം പറയാനോ പറ്റാത്ത കുട്ടികളുണ്ട്. അപ്പൊ അവരുടെയൊക്കെ മാതാപിതാക്കന്മാരെ ആഗ്രഹിക്കുന്നുണ്ട് ഈ എല്ലാ വിഷയത്തിലും പാസ്സാക്കി, എല്ലാ സ്റ്റാൻഡിലും പാസ്സാക്കി വിട്ടു കഴിഞ്ഞത് ചെന്ന് കഴിയുമ്പോൾ ഒരു ക്വാളിറ്റി വേണ്ടേ? യെസ്. അപ്പൊ ആ ഒരു ക്വാളിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കട്ടെ എന്നും പറഞ്ഞ് അത് ചിലപ്പോ സക്സസ് ആവുകയും എവിടെ ഇതേപോലെ പഠിപ്പിക്കുന്ന സ്ഥലത്ത് കൊണ്ട് ആക്കുകയും ചെയ്യും. ഞാൻ പറയാൻ കാരണം, ഇതിന് മുമ്പുള്ള ഒരു ബാച്ചിൽ ഞാനിങ്ങനെ പറഞ്ഞു, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, സാറേ ഞാൻ എൻ്റെ വീടിന്റെ മുന്നിൽ ബോർഡ് വെച്ചു. അപ്പൊ പക്ഷെ അത്രയും പറഞ്ഞപ്പോ ആ ഒരു കുട്ടിയുടെ മനസ്സിലത് കൊണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, ഓക്കെ, ധൈര്യം. എന്നിട്ട് അത് പറയുകയും ചെയ്തു, നമ്മളിവിടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന നോട്ടൊക്കെ ഉണ്ടല്ലോ, ബാക്കിയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാന്നുള്ള ഒരൊറ്റ ആത്മവിശ്വാസത്തിന് പുറത്ത് ഞാൻ ബോർഡ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. യെസ്. എന്നിട്ട് ക്ലാസ് തുടങ്ങിയത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോഴല്ലേ നിങ്ങൾ ശരിക്കും പഠിക്കും. മറ്റത് പരീക്ഷ പാസ്സാകാൻ വേണ്ടി പഠിച്ചതാണ്, ശരിയല്ലേ? ആ പരീക്ഷ ഹാളിൽ നിങ്ങളുടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോ ആ സംഗതി പറഞ്ഞു പോയില്ലേ? കറക്റ്റാണ് അത്.
പരീക്ഷ പാസ്സാവുക, മാർക്ക് വാങ്ങുക. ഇതല്ലാണ്ട് ആ സമയത്ത് നമുക്ക് ആ പരീക്ഷയ്ക്ക് വരുന്ന ന്യൂക്ലിയർ ഐറ്റംസ് മാത്രം നോക്കി കറക്റ്റായിട്ട് അത് പഠിക്കുക, കറക്റ്റായിട്ട് അത് പ്രസന്റ് ചെയ്യുക. യെസ്, പണ്ട് കാലത്തെ ഈ SSLCക്കൊക്കെ റാങ്ക് സമ്പ്രദായമുള്ള സമയത്ത് റാങ്ക് SSLCക്ക് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആ റാങ്ക് കിട്ടുന്നത് മുഴുവനും പെൺകുട്ടികൾക്ക്. കാരണം ഇത് സംഗതി കാണാതെ പഠിച്ച് ക്ലീൻ ആയിട്ട് അവർ പ്രസന്റ് ചെയ്യും. അപ്പോൾ അതിന്റെ റാങ്ക് മുഴുവനും പെൺകുട്ടികൾ. അത് കഴിഞ്ഞതിന് ശേഷമാണ് മെഡിക്കലിന്റെയും അതിനോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗിന്റെയും എൻട്രൻസ് എക്സാമിനേഷന്റെ റിസൾട്ട് ഉണ്ട്. അവിടെ വരുമ്പോഴെല്ലാം ആൺകുട്ടികൾക്ക്. യെസ്, അവിടെ നമുക്ക് കാണാതെ പഠിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് ഇത്തിരി ഇന്റലിജൻസ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. യെസ്, അവിടെ വരുന്ന സമയത്ത് ആൺകുട്ടികളുടെയും ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് ആയിട്ട് കയറുന്നുണ്ട്. ഞാൻ പറഞ്ഞത് പഴയ കേസുകളുണ്ട്, ഇപ്പോഴത്തെ കേസുകളല്ല, പഴയ കേസുകൾ. അപ്പോൾ നമുക്കത് പഠിക്കാനുള്ള കഴിവുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ എന്നും കൂടി നമ്മളൊന്ന് ശരിയാക്കി കഴിഞ്ഞാൽ ഓക്കെ. അപ്പോ എനിക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അത് അറിയണമെന്നും എന്തുകൊണ്ടാണെന്നും അറിയാനായിട്ടുള്ള ആ ഒരു വലിയൊരു ജിജ്ഞാസകൾ കാണിച്ചില്ലേ. യെസ്, അതിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് കേട്ടോ. നമുക്ക് മുന്നോട്ട് പോകുന്നേ. ഇനിയൊരു 9 മാസം കൂടി ബാലൻസ് നിൽപ്പുണ്ടല്ലോ. ഇനിയും നമ്മൾ മുന്നോട്ട് പോകും. അപ്പൊ റെഡി ആക്കി എടുക്കാം. ലിയ പേടിക്കേണ്ട, ഞങ്ങൾ എല്ലാവരും ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട്. അപ്പൊ പിന്നെ ധൈര്യമായിട്ട് പോകും. യെസ്, ഓക്കെ. അഞ്ജലി, അപ്പൊ സമയമായതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പൊ സംശയം നമുക്ക് അത് പേടിക്കേണ്ട. അടുത്ത ക്ലാസ്സിൽ കൂടെ നമുക്ക് ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ പറയാം. യെസ്, ഓക്കെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. പറഞ്ഞോളൂ. ഇപ്പൊ നമ്മ ഈ എഴുതുന്ന പോലെ തന്നെ എക്സാമിനും ഉണ്ടാവുന്നത്? എക്സാമിനേഷൻ ഉണ്ടാവുമ്പോൾ യൂസ് ദ റിലേറ്റീവ് പ്രൊനൗണില്ലേ. ഞാനേ ഈ രണ്ടാമത് പറഞ്ഞു 2 സെന്റൻസ് പറഞ്ഞില്ലേ, അത് ഞാൻ നിങ്ങളുടെ ഒരു ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടതാണ്. ആദ്യം പറഞ്ഞ സംഗതി ഇല്ലേ, ക്യാഷിട്ട് പറഞ്ഞത്, അതാ പരീക്ഷയ്ക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. അത് ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങളൊക്കെ എവിടെ പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. നമ്മളങ്ങനെ ചില കാര്യങ്ങൾ ചെയ്ത് കാണുമ്പോൾ കുഴപ്പമില്ല, അവനെ കൊണ്ട് അത് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ കയറ്റി പിടിക്കും. നിങ്ങളും അങ്ങനെ തന്നെ അല്ലേ? യെസ്, സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, ചെയ്യട്ടെ എന്ന് പറയില്ലേ. അപ്പൊ നിങ്ങൾ അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞപ്പോ ബിസ്മിയും തനിഷിബയൊക്കെ കറക്റ്റ് ആയിട്ട് അത് പറഞ്ഞല്ലോ. യെസ്, പേരൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഇത് ഇന്നതാണ്. യെസ്, അതിന്റെ ഇടയ്ക്ക് ഇതിനൊക്കെ നോട്ട് ചെയ്ത് വരുന്നുണ്ട്. പഠിക്കണ്ട, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഓടാം. അതും പേടിക്കണ്ട. എല്ലാവരെയും നമ്മൾ പുറകിലേക്ക് ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ പല റേഞ്ചിലുള്ള ആൾക്കാരാണ്. ടോപ്പ് ലെവലുണ്ട്, താഴെയുണ്ട്, ഇൻ ബിറ്റ്വീൻ ദീസ് ടു, ഇതിന് രണ്ടിനും ഇടയിലുള്ളവരുണ്ട്. ഒക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. നോട്ട് വരി. ഓക്കെ, സോ സൈൻ ഔട്ട് പറഞ്ഞോളൂ. 26 ആയതുകൊണ്ട് 28 ആയതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ആരാണ് സൈൻ ഔട്ട്? സൈൻ ഔട്ട് ഞാനാണ് സർ. ഓക്കെ, താങ്ക്സ്. Before we conclude today's class, I would like to briefly mention what we learned today. Today we discussed about pronouns. First, sir gave some fill in the blanks example using relative pronouns. Then he gave 2 sentences and asked us to combine them into 1 sentence using relative pronoun. This activity helped us to understand the topic more clearly and also made the class more interactive. I would like to express my sincere thanks to our respected sir for his clear explanation, motivation, and also make the class interactive by asking us many questions. And also I thank all my dear friends for your active participation. With this, come to end of today's session. Thank you everyone and have a wonderful afternoon. Thank you. Very good. നല്ല ഇംഗ്ലീഷ് പറയുന്നത് ശിവ. വെരി ഗുഡ്. ഓക്കെ. അപ്പോൾ once again wish you all the best. We will meet in the next class. Okay, bye. See you. Thank you, sir. Okay. Thank you, sir. Thank you, sir. Okay.